ഉദ്ഘാടനം കഴിഞ്ഞാലും സർക്കാരിൻ്റെ ശബരി കെ റൈസ് ജനങ്ങളിലേക്ക് ഉടൻ എത്തില്ല. അരി ഇതുവരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടില്ല. ശബരി കെ റൈസ് കേരളത്തിന്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലാണെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ കെ അരി എന്നാൽ കിട്ടാത്ത അരി എന്നാണെന്ന് BJP നേതാവ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു തടസ്സം? എപ്പോഴാണ് അരി വിതരണം തുടങ്ങുക? സ്മിത, മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ അറിയിച്ചിരുന്നത് അതിവേഗം തന്നെ ഈ കെ റൈസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ആഴ്ച മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതിന്റെ വിതരണം അതിവേഗത്തിൽ നടത്തുമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ഉദ്ഘാടനം, അതായത് വിതരണോദ്ഘാടനം നടന്നതിന് ശേഷം മുഖ്യമന്ത്രിയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചത്. അതിന് പിന്നാലെയും ഈ ഔട്ട്ലെറ്റുകളിൽ, സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കെ റൈസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഈ സഞ്ചി, ഇതുമായി ബന്ധപ്പെട്ട് അരി വിതരണം ചെയ്യാനുള്ള സഞ്ചി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യം നമ്മൾ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഉദ്ഘാടനമായതല്ലേ ഉള്ളൂ, 4 മുതൽ കെ റൈസ് വിതരണം ചെയ്ത് തുടങ്ങുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ ഈ മുഴുവൻ ഔട്ട്ലെറ്റുകളിലും കെ റൈസ് എത്തും എന്നുള്ള കാര്യത്തിലും കൂടുതൽ ചർച്ചകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതുവരെ കെ റൈസ് ഈ ഔട്ട്ലെറ്റുകളിൽ ഒന്നും എത്തിയിട്ടില്ല. എന്തായാലും ഈ കെ റൈസ് എന്ന് പറയുന്നത്, അതായത് ജയ അരി, അതുപോലെ തന്നെ മട്ട അരി, കുറുവ അരി, ഈ 3 അരികൾ അത് 29 രൂപയ്ക്കും 30 രൂപയ്ക്കും എല്ലാ ജനങ്ങൾക്കും ഓരോ കാർഡിന് 5 കിലോ വീതം ലഭ്യമാക്കുകയാണ് ഈ കെ റൈസിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രതിമാസം വാങ്ങാനും സാധിക്കും. മറിച്ച് ഈ കേന്ദ്രത്തിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ തന്നെ കൊണ്ടുവരുന്ന ഒരു അരിയായാണ് കെ റൈസും മുന്നോട്ട് വെക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും അരി ഉടൻ തന്നെ ഔട്ട്ലെറ്റുകളിൽ എത്തില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.